നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 8 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ദിവസമാണിത്. ഔദ്യോഗിക രംഗത്ത് ഏൽപ്പിച്ച ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുന്നത് വഴി മേലധികാരിയുടെ പ്രത്യേക പ്രീതിയും പ്രശംസയും പിടിച്ചുപറ്റാൻ സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയോടെ ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് തീർക്കാൻ സാധിക്കും. തൊഴിൽ വിജയത്തോടൊപ്പം രോഗശാന്തിയും ശത്രുനാശവും ഉണ്ടാകും. സാമ്പത്തിക നേട്ടവും മികച്ച ഭക്ഷണ സുഖവും ഇന്ന് പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാനസികമായി അല്പം തളർച്ച അനുഭവപ്പെടാൻ ഇടയുള്ള ദിവസമാണ്. പ്രിയപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതിയോ മറ്റ് സാഹചര്യങ്ങളോ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയും ഈശ്വര പ്രാർത്ഥനയും ഗുണം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാഹനഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും തേടിയെത്തുന്ന ശുഭദിനമാണിത്. പ്രേമകാര്യങ്ങളിൽ അനുകൂലമായ പുരോഗതി ഉണ്ടാവുകയും അത് വിവാഹത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. തൊഴിൽ വിജയവും ധനനേട്ടവും ഇന്ന് ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാതെ നോക്കണം. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. പൊതുരംഗത്ത് അംഗീകാരങ്ങളും സമ്മാനങ്ങളും ലഭിക്കാൻ യോഗമുണ്ട്. ധനനേട്ടത്തോടൊപ്പം മികച്ച ഭക്ഷണ സൗകര്യങ്ങളും ഇന്ന് ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പിതാവിനോ അടുത്ത ബന്ധുക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഉദരവാദ സംബന്ധമായ രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കും. സ്ഥാനക്കയറ്റത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ഐക്യവും നിയമപരമായ കാര്യങ്ങളിൽ വിജയവും കൈവരും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്ന ദിവസമാണിത്. പഴയ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുവാനും സാഹചര്യമുണ്ടാകും. സന്തോഷം പങ്കിടാൻ അവസരങ്ങൾ ലഭിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. അപരിചിതരുമായി ഇടപെടുമ്പോൾ അതീവ കരുതൽ വേണം. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബന്ധുക്കളുമായി ചെറിയ വാക്കുതർക്കങ്ങൾക്കോ അകൽച്ചയ്ക്കോ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.